ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. സമയത്തിൻ്റെതാണ് എല്ലാ കളിയും. നിങ്ങൾ ഏത് സമയത്തിന് വേണ്ടിയാണോ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്, ആ ഒരു സമയം വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം ആലോചിച്ച് ഒരു തിടുക്കം ഉണ്ടാവത്തില്ല. അതായത് എൻ്റെ ലൈഫിൽ ജസ്റ്റിസ് സംഭവിക്കണം എന്നൊക്കെ ആലോചിച്ച് ദൈവത്തിനോട് ചുമ്മാ പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു തിടുക്കമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. നിങ്ങൾ സക്സസ്സിൻ്റെ ആ ഒരു പടികൾ കയറുന്നതൊന്നും അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും സക്സസ് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വരും. ആ ഒരു വ്യക്തിയുടെ കൂടെ വേറൊരു വ്യക്തി വരും, വേറെ മൂന്നാമത് വ്യക്തി വരും. ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളെ അറിഞ്ഞ പോലും കൂടെ ആയിരിക്കും, പക്ഷേ എങ്കിലും ഇവരുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇവർ നേരെ നിന്ന് നിങ്ങളോട് ഫൈറ്റ് ചെയ്യത്തില്ല, ഹൈഡായി നിന്ന്, അതായത് ഒളിഞ്ഞു നിന്നാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഇവർ ഇത്രമാത്രം തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും നിങ്ങൾ കോൺഫിഡൻസോടെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് നിങ്ങൾ സക്സസ് അച്ചീവ് ചെയ്യും. പക്ഷേ അപ്പോൾ കിട്ടുന്ന ആ ഒരു സക്സസ് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് തരുന്നത്. കാരണം ഇത്രയും ആൾക്കാർ എന്നെ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ട് പോലും ഞാൻ ആ ഒരു സക്സസ് കൈവരിച്ചല്ലോ എന്നാലോചിച്ച്. ഇവിടെ നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ വെറുതെ പോകുന്നത് നിങ്ങൾ കാരണമല്ല, മറ്റുള്ളവർ കാരണമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തരുന്നു, അത് ആലോചിച്ച്, അവർ പറയുന്ന വാക്കുകൾ ആലോചിച്ച്, അവർ തരുന്ന ആ ഒരു തടസ്സങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ആലോചിച്ചാണ് നിങ്ങളുടെ നല്ല സമയങ്ങളെല്ലാം വെറുതെ പോകുന്നത്. പക്ഷേ ഇനി ആരൊക്കെ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ വഴിയിൽ തടസ്സമായി നിന്നാലും, നിങ്ങളുടെ സമയം അവരെയെല്ലാം നിങ്ങളുടെ പാതയിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എനിക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കും. അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വഴിയിൽ തടസ്സം സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു വഴി അടയുകയും നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മോശം ചെയ്ത ആളുടെ ഒരു വഴി അടയുകയും നിങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കൊന്നും സംഭവിക്കത്തുമില്ല. ആ ഒരു രീതിയിൽ ഒരു മാറ്റം ആ ഒരു വ്യക്തി മുഖേന നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മാർഗം എങ്ങനെ ക്ലോസ് ചെയ്യാം അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കറിയത്തില്ല അവരുടെ മാർഗമാണ് ക്ലോസ് ആവാൻ പോകുന്നത് എന്ന്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഓവർ തിങ്കിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കണം, പോസിറ്റീവ് ഒന്നും ചിന്തിക്കാൻ പാടില്ല, നിങ്ങളുടെ മാർഗം നല്ലതാവാൻ പാടില്ല, നിങ്ങൾ സക്സസ് കൈവരിക്കാൻ പാടില്ല, ഇതൊക്കെയാണ്. പക്ഷേ മറിച്ച് ഇപ്പോൾ അവരാണ് അങ്ങനെ ആവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളുടെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ഇവർ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് സക്സസ് ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മൂന്നാമത് വ്യക്തി, രണ്ടാമത് വ്യക്തി, ഒന്നാമത് വ്യക്തി, അങ്ങനെ കുറേ പേരോട് നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ്, എല്ലാവരോടും വഴക്കിടുന്നു, ഭയങ്കര ദേഷ്യ സ്വഭാവമാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവം ആക്കിയതിൻ്റെ പിന്നിൽ ഇവരാണ്. കാരണം ഇവരുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ശ്രദ്ധിക്കാതെ ഇറിറ്റേറ്റായി ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് എല്ലാവരോടും വഴക്കിട്ട് പിണങ്ങി ഒറ്റപ്പെട്ട് അങ്ങനെ ആവണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ ആ ഒരു കാര്യം ഇവർ ചെയ്തത് സക്സസ് ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് എല്ലാവരോടും ഇവർ ചോദിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ടാഗ് ചെയ്ത് വച്ചേക്കുന്നത് നിങ്ങളൊരു വഴക്കാളിയാണ് എന്നാണ്. കാരണം ഇവരുടെ ആഗ്രഹം അതായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരു സ്വഭാവത്തിൽ കൊണ്ടെത്തിക്കണമെന്ന്, മറ്റുള്ളവർ അങ്ങനെ പറയണമെന്ന്. എപ്പോഴും ദേഷ്യം, ആരോടും അടികൂടും, ആരോടും ഒരു മോശ വർത്തമാനം പറയാൻ ഒരു മടിയുമില്ല, അങ്ങനൊരു വഴക്കാളിയാണ് നിങ്ങൾ എന്ന് പറയിക്കുക എന്നായിരുന്നു ഈ ഒരു ശത്രുവിൻ്റെ യഥാർത്ഥ നീക്കം. പക്ഷെ അതിൽ അവർ സക്സസ് ആയി. അപ്പോൾ ഇനി ആ ഒരു ടാഗിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വരുമ്പോൾ ഇനി നിങ്ങളെ ഒരു വഴക്കാളിയായിട്ട് മറ്റുള്ളവർ കാണത്തില്ല. അതായത് ഒരു വ്യക്തി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. അത് ബ്ലാക്ക് മാജിക് ആയാലും ശരി, മന്ത്രവാദമായാലും കൂടോത്രമായാലും എന്തായാലും. അപ്പോൾ ഒരു പരിധി ലംഘിക്കുമ്പോഴാണ് തിരിച്ച് അവർക്ക് തന്നെ അത് വിനയായി മാറുന്നത്. ഇവിടെ അതേപോലെയാണ് സംഭവിക്കുന്നത്. അവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച് തിരിച്ച് അവർക്ക് തന്നെ പണിയായി പോയ അവസ്ഥയിലാണ് അവർ പോകുന്നത് ഇപ്പോൾ.
ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട്, എൻ്റെ നേർക്ക് ആരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. കൂടാതെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അത് വിനയായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവാണ്. നിങ്ങൾ ആരുടെയും മോശം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു പരിധി വിടുമ്പോൾ ദൈവത്തിനും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വ്യക്തി ഇത്രമാത്രം നന്മ ചെയ്തിട്ട് ഈ വ്യക്തിയുടെ മേൽ ഈ ഒരു ആള് ഭയങ്കരമായിട്ട് മോശം ചെയ്യുന്നല്ലോ എന്ന്. അപ്പോൾ ഉറപ്പായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിഷമങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവർ ആ വിഷമത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നല്ലോ എന്ന്. പക്ഷേ അതേ വിഷമം ഇവർക്ക് കിട്ടുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് എന്തുമാത്രം പ്രശ്നമാണ് നിങ്ങൾ അനുഭവിച്ചത് എന്ന്. ഫസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും. ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് അവരെപ്പോഴും ബെഡിൽ തന്നെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഈ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് നല്ല ഒരു പാഠം പഠിപ്പിക്കും. കാരണം ഇവർ തിരികെ പിറകിലോട്ട് നോക്കണം. വേറൊരു വ്യക്തിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ള രീതിയിലൊരു ലെസൺ പഠിപ്പിച്ച് ഈ ഒരു വ്യക്തിയെ വിടത്തുള്ളൂ യൂണിവേഴ്സ്. അതാണ് ഈ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. സമയം മാറുമ്പോൾ ആരൊക്കെ നല്ല അവസ്ഥയിലേക്ക് പോകുന്നു, ആരൊക്കെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വ്യക്തി മറ്റുള്ളവരോട് തെറ്റ് ചെയ്ത് അവസാനം അവരുടെ മേൽ തെറ്റ് ചെയ്ത ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇവർ എത്തുമ്പോൾ ഉറപ്പായിട്ടും ആരും തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യത്തില്ല, ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവിടെ ഇവരുടെ ലൈഫിൽ ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുത്തു നന്നാവാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും അവർ നന്നാവുന്നില്ല എങ്കിൽ ലാസ്റ്റ് പിന്നെ തെറ്റായ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇവർക്ക്. നിങ്ങൾ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർക്ക് പല അവസരങ്ങളും ലഭിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ അവർക്ക് ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നല്ല അവസരങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും അവർ ആ ഒരു അവസരത്തെ നല്ലതായിട്ട് വിനിയോഗിക്കത്തില്ല. മോശം ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും മോശം ഇൻറ്റൻഷനോടെ ആയിരിക്കും ഓരോ അവസരങ്ങളും നോക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിക്കും. പക്ഷേ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തിയെ നമുക്ക് എത്ര ശ്രമിച്ചാലും മാറ്റാൻ സാധിക്കത്തില്ല. അത് അവർ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയേണ്ട ഇത്ര മാത്രം: അവർക്ക് സദ്ബുദ്ധി കൊടുക്കാൻ. അവരുടെ ആ ഒരു മോശം കർമ്മം കാരണം അവർക്ക് തന്നെ അനുഭവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അവർക്ക് സദ്ബുദ്ധി കൊടുക്കാൻ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളോട് മോശം ചെയ്ത ആ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇപ്പോൾ നിങ്ങൾ ഒന്ന് നോട്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലായിരിക്കും അവരും. അതായത് ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് എല്ലാവരോടും വഴക്കെടുക്കുക, അങ്ങനെ സ്വഭാവമായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തി, ഈ ഒരു ശത്രുവിൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, ഫ്രണ്ട് സർക്കിളുള്ള വ്യക്തിയായിരിക്കാം. അവരോട് പോലും വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു വ്യക്തി ഇവരുടെ എല്ലാ മോശകർമ്മത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന വ്യക്തിയാണ്. അവരോട് പോലും ഇവർ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവരോട്ട് ഇവർ വഴക്കിടുമെന്ന്, പക്ഷെ അവരോട് പോലും വഴക്കിട്ടുമല്ലോ എന്ന്. ഇനി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു റിക്കവറി എന്ന് പറയുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. കാരണം അത്രമാത്രമാണ് ഇവർ നിങ്ങളോട് മോശം ചെയ്തത്. നിങ്ങളോട് മാത്രമല്ല, മറ്റു പലരോടും ഇവർ മോശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു റിക്കവറി എന്ന് പറയുന്നത് കുറച്ച് നാളെടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് തിടുക്കത്തിൽ വണ്ടി ഓട്ടിക്കുന്ന, അതായത് വളരെ സ്പീഡിൽ വണ്ടി ഓട്ടിക്കുന്ന ഒരു ശീലമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു മോശം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എവിടെയെങ്കിലും ട്രാവൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ എന്തോ ഒരു മോശം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇനി പഴയതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് ഇനി ഇവർ ശ്രദ്ധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവരുടെ ലൈഫിൽ മോശം വന്നതിന് ശേഷം അതിലൊരു കുറവുണ്ടാകും. പിന്നെ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ മോശം വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പഴി വേറൊരാളുടെ മേൽ ഇവർ ചുമത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും മാനസികമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും എന്തായാലും ഇവർക്ക് ഒരു റിക്കവറി ഉണ്ടാവുന്നത് കാര്യം കുറച്ച് കഷ്ടമായിരിക്കും. ഇവർ ഇങ്ങനെ വിചാരിക്കും, ശ്രമിക്കും, അയ്യോ ഇതിലൊന്ന് റിക്കവറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അത് ഉണ്ടാവുന്ന കാര്യം കുറച്ച് സമയം എടുത്തേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശ്രദ്ധയില്ലാതെ വണ്ടി ഓട്ടിക്കുന്ന എന്തോ ഒരു പ്രശ്നം, ഞാനത് എൻ്റെ വാഗൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ദൈവം എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്.
ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ നല്ല സമയങ്ങളെല്ലാം, വിലപ്പെട്ട സമയങ്ങളെല്ലാം മോശമാക്കി കളഞ്ഞു. നിങ്ങളുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇവർ. അപ്പോൾ അതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇവിടെ സമയം മാറുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുകയാണ്. യൂണിവേഴ്സും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നേരെ ന്യായമുണ്ടാകണമെന്ന്. ഇവിടെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷം ഇവർക്ക് ഒട്ടും തന്നെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി ഇവർക്കാണ് ആ ഒരു പ്രശ്നം അനുഭവം കിട്ടാൻ പോകുന്നത്. അതായത് ഇനി ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒട്ടും തന്നെ സന്തോഷിക്കാൻ പറ്റത്തില്ല. എപ്പോഴും വിഷമവും ദുഃഖവും വേദനകളും മാത്രമായിരിക്കും. ഈ ഒരു വ്യക്തിക്ക് റെഡ് കളർ യൂസ് ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് റെഡ് കളറായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നതും ഇടുന്നതും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വ്യക്തി ഈ ഒരു സമയം, അതായത് ഈ റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള സമയങ്ങളിൽ റെഡ് കളർ വസ്ത്രം ധരിച്ച് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അതായത് ഇവരുടെ ബുദ്ധി ഇവർക്ക് നേരെ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് റെഡ് കളർ വസ്ത്രം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഒരു വ്യക്തി കൂടുതലും ആൾക്കാരുടെ പാസ്റ്റ് അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതായത് നിങ്ങളും ഇവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയൊരു വ്യക്തി വന്നു, അപ്പോൾ അവരുടെ പാസ്റ്റ് എന്താണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങളുടെയും ചോദിച്ചിട്ടുണ്ടാകും, അവരുടെയും ചോദിക്കും. ഇവർക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൂടാതെ നിങ്ങൾ ഇനി ആരോടെങ്കിലും വഴക്കിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടോ, അവരുമായിട്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ബന്ധം വയ്ക്കുന്നുണ്ടോ ഇല്ലയോ, ഇതെല്ലാം ഈ ഒരു വ്യക്തി അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ പറയുന്നതായിട്ടാണ് കാണാൻ. വേറൊരു വ്യക്തി നല്ല മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ പറയും ഇനി അതൊക്കെ മറന്നേക്ക്, ശാന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകൂ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഈ ഒരു വ്യക്തി ആ മുറിവിൽ കുറച്ചും കൂടെ മുറിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ആ മുറിവ് വലുതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ. അപ്പോൾ ഇനിയെങ്കിലും ഇവരുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫാമിലിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമങ്ങളും വഴക്കും ഉണ്ടായി. അപ്പോൾ ഒരു മൂന്നാമതൊരു വ്യക്തി വന്ന് പറയുകയാണ് അവർക്ക് അങ്ങനെ തന്നെ വേണം, അവർ നിങ്ങളോട് ചെയ്ത് വളരെ മോശമായി പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറച്ചും കൂടെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്യുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിക്ക് നമ്മളാണ് അവസരം കൊടുക്കുന്നത് പറയാൻ വേണ്ടി. അപ്പോൾ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. ഒരു വ്യക്തിക്കും നമ്മുടെ ഫാമിലിയെ പറയാൻ അധികാരമില്ല, അത് നമ്മളെ ഫാമിലിയാണ്. ഈ ഒരു വ്യക്തി മൂന്നാമത്തെ വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് നമ്മളെ ഫാമിലിയെ പറയാൻ അധികാരമില്ല. അപ്പോൾ നമ്മളൊരു ബൗണ്ടറി സെറ്റാക്കി വെക്കണം, നമ്മുടെ ഫാമിലിയെ പറയാൻ ഒരാൾക്കും അധികാരമില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ല ഒരു മറുപടി കൊടുത്ത് അവരെ നിങ്ങൾ ഒരു ഡിസ്റ്റൻസിൽ നിർത്തേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എത്ര തന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചാലും അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കത്തില്ല. ഇവരുടെ ഏറ്റവും വലിയ മോശം സ്വഭാവം എന്ന് പറയുന്നത് ആരാണ് ഇവരുടെ നന്മ ചെയ്യുന്നത് അവരോട് പോലും വളരെയധികം മോശമായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. ആര് നന്മ ചെയ്യട്ടെ ഇവരോട്, തിരിച്ച് അവരോട് തിരിച്ച് നന്മയല്ല, മോശമായിരിക്കും ചെയ്യുന്നവർ. ഇവിടെ ഇവർക്ക് എത്ര തന്നെ സുഖം ലഭിച്ചാലും ഇവർക്ക് സന്തോഷിക്കാൻ സാധിക്കത്തില്ല. മാനസികമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. രാത്രി നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. നല്ല ഒരു സാഹചര്യമായിരിക്കും, പക്ഷേ ഇവർക്ക് ഉറക്കം വരത്തില്ല കിടന്നാൽ. കാരണം ഒരു വ്യക്തിയുടെ ഹൃദയം വേദനിപ്പിച്ചിട്ട് മറ്റൊരു വ്യക്തി എങ്ങനെയാണ് സന്തോഷമായിട്ട് ഉറങ്ങാൻ സാധിക്കുക അവർക്ക്. ഇവിടെ ഒരു വ്യക്തിക്ക് ആദ്യം ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ലോസാണ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയായിരിക്കാം, ഇവർക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ച കാര്യം. ഈ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇവർ ഒരു തീരുമാനം എടുത്തു. ആ ഒരു തീരുമാനം ഇവർക്ക് തന്നെ മോശമായ അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം നഷ്ടമാണ് ഇവർക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു വ്യക്തിയെ നമ്മൾ ഇത്രമാത്രം വിഷമിപ്പിച്ചാൽ അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും ആരെങ്കിലും നിങ്ങളുടെ ശത്രുക്കളായിട്ടുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ഇനി നോട്ടീസ് ചെയ്യുക. അവർ തിടുക്കപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായി മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇവരുടെ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഇവർക്ക് ഉണ്ടാവത്തില്ല. വളരെ അഹങ്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇവരെന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇനി ഇവർക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതം നോക്കാൻ ഒട്ടും തന്നെ സമയം കാണത്തില്ല. ആ സമയത്താണ് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈം വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ പല പല മാറ്റങ്ങൾ വരുന്നതും. അപ്പോൾ ഈ ഒരു വ്യക്തി ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത്രയും റീഡിങ്ങിലൂടെ ഈ ഒരു വ്യക്തി ഇനി തൊട്ട് ചുവപ്പ് വസ്ത്രമായിരിക്കും കൂടുതലായിട്ട് ധരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.